ഇതെന്തമ്മ? ഇത് ചെമ്മീപ്പൊടി. നല്ല ഉണക്ക ചെമ്മീപ്പൊടി. ഇത് ഇന്നലെ രാമനാട്ടിൽ വെച്ച് കൊണ്ടുവന്നതാണ്. കിലോ 100-ന് 100 റുപ്യ. 1 കിലോ ചെമ്മീപ്പൊടിക്ക് 1000 റുപ്യ വിലയുണ്ട്. ഇതിന്റെ പണിയൊക്കെ ഉള്ളതുകൊണ്ടല്ലേ. നല്ല വൃത്തിയാക്കിയ ചെമ്മീപ്പൊടി ഇട്ടത് കൊണ്ടുവന്നിട്ട് വെച്ച് നല്ല വൃത്തിയാക്കിയതാണ്. വൃത്തിയാക്കിയ ചെമ്മീപ്പൊടിയാണ്. ഒരു ലേശം ചെമ്മീപ്പൊടിൻ്റെ ചമ്മന്തിപ്പൊടിക്ക് ഓർഡർ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് സാധനം. ഇത് രാനാട്ട് എന്ന് കൊണ്ടുവന്നോ എനിക്ക് വെച്ച് വരുമ്പോൾ. ഇനി കഴിഞ്ഞെന്താ ചെയ്യാ? ഇതല്ല, ഇനി ഇതിലേക്ക് കുറേ സാധനങ്ങൾ ഇനി കൂട്ടാണ്ടല്ലോ. ഇതാ ഇത് തേങ്ങ. ഇത് 3 തേങ്ങ ചെറിയ വെച്ചത്. അത് ഇത് ഇനി വറക്കാനുള്ള എണ്ണ ഒന്നും കൂട്ടാതെ പിന്നെ ഒക്കെ വറുത്തെടുക്കണം. എണ്ണ തൊടിക്കാനേ പാടില്ല. എണ്ണ തൊടിച്ചത് കാറിപ്പോവും. അതങ്ങനെ ഇനി ഇതിലിട്ട് ഉരുളിയിലിട്ട് വറുത്തെടുക്കാനുള്ളത്. 3 തേങ്ങ ഉണ്ട്. ഇതിന് വറക്കാനുള്ളതാണ്. പിന്നെ ഇനി വേണ്ട സാധനങ്ങൾ ഇത് കറിവേപ്പിൻ്റെ ഇല നല്ലോണം കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത് വെച്ചതാണിത്. ഇത് ഉണക്കപ്പുളി, വാളൻപുളി എന്ന് പറയുക. ഉണക്കപ്പുളി കുരുല്ലാത്ത പുളി നോക്കിയാണ്ട് പിന്നെ ഉണങ്ങിയ പുളി. ഇത് കുരുല്ലാത്ത പുളി എന്ന് വെച്ചാൽ ഇതിലിട്ടാക്കണം എന്നുണ്ടെങ്കിൽ മിക്സിയിലിടുമ്പം കുരുണ്ടായാൽ ചെറിയുള്ളി നല്ലോണം കഴുകി നല്ലോണം അരിഞ്ഞ് വെച്ചതാണ്. ചെറിയുള്ളി നല്ല സ്ലൈസാക്കി അരിഞ്ഞ് വെച്ചത്. അതൊക്കെ വറക്കണേലിടാൻ, അതൊക്കെ കൂട്ടി വറക്കുക ചെയ്യുക. ഒക്കെ വേറെ വേറെ വറക്കൂട്ടാ. പിന്നെ ഇത് ഉണക്കമുളക്. ഇത് നെട്ടി കളയും. ഉണക്കമുളക് നെട്ടി ഉണ്ടാകുമ്പോൾ ഇത് നെട്ടി കളയും. ഇതൊന്നും കഴുകിയിട്ടില്ല. അപ്പം ഇന്ന് വെയിലായതുകൊണ്ട് കഴുകാൻ കഴിയില്ല. അപ്പം നല്ലോണം തുണി നനച്ച് തുടച്ചതാണ്. ഇനി ഇത് വറക്കണം. നല്ലോണം നെരിയ വറക്കണം. അത് അതിലൊന്നും എണ്ണ കൂട്ടൂല. എണ്ണ കൂട്ടാതെ വറക്കുക ചെയ്യുന്നുണ്ട്. പിന്നെ ചെമ്മീപ്പൊടി വറക്കണ ചമ്മന്തിപ്പൊടി ഇരിക്കുള്ള അങ്ങനെ നമ്മൾ അവസാന ഘട്ടമായ അവസാന ഘട്ടമായില്ലേ? ഇനി കരിയേപ്പിൻ്റെയും ചെറിയ ഉള്ളിയൊക്കെ ഉണ്ട്. അറിയാതെ പറഞ്ഞാൽ നമ്മൾ വറുത്തരച്ച മറ്റേ ചെമ്മിപ്പൊടിയും ഒരുമിച്ചിട്ട് നിൽക്കണം. ഇതിപ്പോൾ ഇവിടെ അടുപ്പിൽ വറുത്തത്. നമ്മൾ തേങ്ങ ഒക്കെ ഇങ്ങനെ ഇതൊക്കെ ആയിട്ടുണ്ട്. എന്താ പറയുക, ഇതിന് വെന്തിനേലും ഒന്നും എടുക്കാത്ത ഞാൻ ചോറുന്നേന്. അതിനോണ്ട് കരിവേപ്പിൻ്റെലും ആ ചെറിയ ഉള്ളിയും തേങ്ങയും ഇട്ടാണ്ട് നല്ല നെട്ട് ഇതാക്കി അടുപ്പ് വെച്ച് കൂട്ടി കൊഴിച്ചാൽ മതി. എന്നിട്ടിങ്ങനെ വറുക്കുക. എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്യുക. അടുപ്പ് ഓഫാക്കണോ? ഇനി ഇത് നേരെ മിക്സി ജാർക്ക് പോവാം. മുളകൊക്കെ നല്ലതായിന് ഇട്ട ഗൈസ്. ഇത് ഫസ്റ്റ് ട്രിപ്പാണ് ഇട്ട ഗൈസ്. ഇനിയും കുറേ കിട്ടില്ലേ അമ്മ? അപ്പൊ എരികൂടി എന്താ ചെയ്യാ? കൂടിയാൽ പിന്നെ കുറച്ചുകൂടി തേങ്ങ വറുത്ത് കൂട്ടും. ചെമ്മീപ്പൊടി ഉണ്ടെങ്കിൽ ചെമ്മീപ്പൊടിയും കൂട്ടും. ഓർഡർ വന്നപ്പോഴത്തേക്ക് നമ്മളെ ചമ്മന്തി പൊടിൻ്റെ മിക്സി ജാർക്ക് ഇടാൻ പോണ പ്രോസസ്സിങ് റെഡിയായി. ചമ്മന്തിപ്പൊടിൻ്റെ എല്ലാതും റെഡിയായി. ഇനി മിക്സിയിലിട്ട് പൊടിക്കുക. കണ്ടില്ലേ ഗൈസ്, മിക്സിയിലിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഉണക്കച്ചെമ്മീൻ പൊടി ചമ്മന്തിപ്പൊടി. ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി.